എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ നെയ്യടയാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ രുചി. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെയ്യട തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും റവയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച റവയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ എത്രയാണ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ വെള്ളവും എടുക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. റവയൊന്ന് കുതിർന്ന് വരുന്നതിന് വേണ്ടി 15 മിനിറ്റ് മാറ്റിവെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 15 കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കണം. മുന്തിരി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നെയ്യിലൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വഴന്നു വന്ന ക്യാരറ്റിലേക്ക് 1/4 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര പാനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തിളച്ചു വന്ന ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾക്കാണ് ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നേരത്തെ കുതിർന്ന് വരുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റവ ഈ സമയം ഈ പാനിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. റവ ശർക്കര പാനിയുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇളക്കിയെടുക്കാനായിട്ട്. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അട തയ്യാറാക്കി തുടങ്ങാം. അട തയ്യാറാക്കുന്നതിനായിട്ട് വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയില പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയിലേക്ക് ചെറിയ ഉരുളകളായിട്ട് മാവ് വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാവ് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ 2ആയിട്ട് വാഴയില മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മാവും പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്തിട്ടുള്ള മാവിനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. പരത്തി എടുത്തിട്ടുള്ള അടകളെല്ലാം ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുതേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന റവ നെയ്യട തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.